السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. عن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم قال: لقد تركتم بالمدينة أقواما ما سرتم مصيرا ولا أنفقتم من نفقة ولا قطعتم من واد إلا وهم معكم فيه. قالوا: يا رسول الله وكيف يكونون معنا وهم بالمدينة؟ قال: حبسهم العذر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഇമാം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്: ലഖദ് തറക്തും ബിൽ മദീനത്തി അഖ്വാമൻ, നിങ്ങൾ മദീനയിൽ ചില ആളുകളെ വിട്ടിട്ട് വന്നിരിക്കുന്നു. മാ സിർതും മസീറൻ, നിങ്ങൾ ഏത് വഴിയിൽ സഞ്ചരിച്ചാലും, വല അൻഫഖതും മിൻ നഫഖത്തിൻ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, വല ഖതഅതും മിൻ വാദിൻ, നിങ്ങൾ ഏത് താഴ്വര മുറിച്ച് കടന്നാലും, ഇല്ലാ വഹും മഅകും ഫീ, അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഖാലു, സ്വഹാബികൾ ചോദിച്ചു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, വകൈഫ യകൂനൂന മഅനാ വഹും ബിൽ മദീന, അവർ മദീനയിലായിരിക്കവേ ഞങ്ങളോട് എങ്ങനെ അവർ പങ്കുചേരും? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു: ഹബസഹുമുൽ ഉദുറു, അവർ നിങ്ങളോടൊപ്പം പുറപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ തക്കതായ കാരണങ്ങൾ അവരെ തടഞ്ഞു കളഞ്ഞതാണ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, യുദ്ധത്തിന് പോവുകയാണ് ചില സ്വഹാബികൾ. ഒരു ഉദാഹരണം, പക്ഷേ ചില ആളുകൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് മുമ്പേ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യുദ്ധത്തിന്റെ സമയമായപ്പോൾ അവർ രോഗികളായി പോയി. അതല്ലെങ്കിൽ തക്കതായ ചില കാരണങ്ങൾ, അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത കാരണങ്ങൾ അവർക്ക് സംജാതമായി. അങ്ങനെ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. മനഃപൂർവമല്ല, സാഹചര്യങ്ങൾ കൊണ്ട്, തക്കതായ ഉളുറുകൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ മദീനയിൽ നിന്നൊരു സംഘം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്: നിങ്ങൾ മദീനയിൽ ഉപേക്ഷിച്ചു പോരുന്ന ആ സംഘം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രതിഫലത്തിലും അവർ പങ്കാളികളാണ്. എന്തുകൊണ്ടെന്നാൽ അവരും ഇതുപോലെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ചില ഉളുറുകളാണ് അവരെ വരാതിരിക്കാൻ തടഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം അവരുടെ നിയ്യത്തുകൾ നന്നായിരുന്നു, അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു. ആ ഉദ്ദേശശുദ്ധി അവരെ ലക്ഷ്യത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. കണ്ടോ, ഒരാൾ അമൽ ചെയ്യാൻ നിയ്യത്ത് ചെയ്തു, പിന്നീട് എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ അത് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ അയാൾക്ക് ആ അമലിന്റെ പ്രതിഫലം കരസ്ഥമാകുന്നതാണെന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കി തരട്ടെ, മശായിഖന്മാരുടെ ഖദമിൽ സുബൂത്താക്കി തരട്ടെ. ഉദ്ദേശശുദ്ധി നന്നാക്കി മുന്നോട്ട് പോവാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹത്തെ തൊട്ട് അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മശായിഖന്മാരുടെ പൊരുത്തം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.